കാനഡയിലേക്ക് പോകാനുള്ള ദിവസം ഇങ്ങ് അടുത്തില്ലേ? പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണ്ടേ? അതെ, ഷോപ്പിംഗ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങുന്നതാണ് നല്ലത്. അവസാനം ഒന്നിനും സമയം കിട്ടില്ല. അതിന് ഞാൻ പോണെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? ഓണം ആഘോഷിച്ചു കഴിഞ്ഞാ നീ പോകുന്നല്ലേ പറഞ്ഞത്? കുറെ ഗുണ്ടകൾ വീട്ടിൽ കയറി അടിപിടി ഉണ്ടാക്കിയതാണ് ആഘോഷം. ഞാൻ കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗിരിയേട്ടന്റെ കൂടെ ചില നല്ല ഓർമ്മകൾ ഉണ്ടാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇന്നലെ നടന്ന ബഹളത്തിനിടയിൽ അതിനൊന്നും സമയം കിട്ടിയില്ല. ഇങ്ങനെ വാക്ക് മാറ്റുന്നത് നല്ല ലക്ഷണമല്ല പ്രീതി. എന്തുപറ്റി? എന്താ രണ്ടുപേരും കൂടി ഒരു തർക്കം? പറ ഗിരിയേട്ട. ഗിരിയേട്ടന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. മഞ്ജു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തെറ്റ് ഗിരിയേട്ടൻ ചെയ്തു. സംഭവം നടന്നത് മഞ്ജു അന്ന് മഹിമയെ ശുശ്രൂഷിക്കാൻ ജയിലിലേക്ക് പോയ അന്ന് രാത്രിയാ. ഇവള് എന്തിനെ കുറിച്ച് ഗിരിയേട്ട പറയുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ ദേഷ്യപ്പെടില്ല. മഞ്ജു പറഞ്ഞത് കേട്ടില്ലേ ഗിരിയേട്ടൻ? അവള് ദേഷ്യപ്പെടില്ല എന്ന്. സത്യം പറ ഗിരിയേട്ട. ഗിരിയേട്ടന് പറയാൻ ബുദ്ധിമുട്ട് കാണും മഞ്ജു. ഞാൻ തന്നെ പറയാം. മഞ്ജു ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ഗിരിയേട്ടൻ പാതിരാത്രിയില് ആരും കാണാതെ മൂക്കറ്റം കുടിച്ചിട്ടാ വീട്ടിലേക്ക് വന്നത്. എന്നിട്ടൊന്നുമില്ല. ഗിരിയേട്ടൻ കുടിക്കില്ലാന്ന് മഞ്ജുന് സത്യം ചെയ്തു തന്നല്ലേ? അത് തെറ്റിച്ചില്ലേ? ആ, അത്രേ ഉള്ളോ? ഞാൻ കാണാതെ ഒളിച്ചും പാത്തും ഒക്കെ ഗിരിയേട്ടൻ മദ്യപിക്കുന്നുള്ളത് എനിക്കറിയാം. ഗിരിയേട്ടനെ വെറുതെ കുറ്റബോധം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ അതൊക്കെ കണ്ടില്ല എന്നങ്ങ് നടിക്കും. ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് പറയേണ്ട വിഷയമൊന്നുമല്ല. ഇത് പറഞ്ഞ് ഞങ്ങൾ വഴക്കൂടുമെന്ന് നീ കരുതണ്ട. ശരി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നിങ്ങളുടെ ബന്ധം ഇത്രയും ദൃഢമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് ഗിരിയേട്ടന്റെ ഭാഗ്യമാ. മഞ്ജുനെ ഗിരിയേട്ടൻ ഒരിക്കലും ചതിക്കരുത്. അങ്ങനെ ചെയ്താ ദൈവം പോലും ഗിരിയേട്ടനോട് ക്ഷമിക്കില്ല. ഇവളെന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? അറിയില്ല. അല്ല, ഗിരിയേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊരു ടെൻഷനും ഇല്ല. അല്ല, നിനക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമില്ലേ? എന്നാ വേഗം ഇറങ്ങിക്കോ. ഐശ്വര്യ മാഡം ഇന്നലത്തെ വിഷയം കാരണം നല്ല ചൂടിലായിരിക്കും. വൈകി എത്തി അവർക്ക് ദേഷ്യപ്പെടാൻ ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കണ്ട. ശരി.